എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെ കല്യാണിയുടെ അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഈ ആഴ്ച നമ്മൾ കണ്ടു മനോഹർ കതിർമണ്ഡപത്തിലേക്ക് വരുവാണ്. അങ്ങനെ വരനായിട്ട് വന്നിരുന്ന് കഴിയുമ്പോ മേഘനയും കല്യാണിയും കൂടെ നോക്കുവാണ്. മേഘന പറഞ്ഞു, കൊള്ളാലേ, കാണാൻ ഭംഗിയുണ്ടെന്ന് തോന്നി, പക്ഷെ മുഖം അത്ര വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ലെന്ന് പറയാ. ഈ സമയം കല്യാണി പറഞ്ഞു, ഒരു പക്ഷെ വടക്കേന്ത്യ സ്റ്റൈൽ ആയതുകൊണ്ടായിരിക്കും, പക്ഷെ കേരളത്തിൽ നിന്നുള്ള വരനാന്നാണല്ലോ പറഞ്ഞ്. പിന്നെ എന്താ ഇങ്ങനെ? ഒരു പക്ഷെങ്കില് അവർക്ക് ചിലപ്പോ ഇങ്ങനെ വല്ല ആചാരങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അവര് ചിലപ്പോ വടക്കേന്ത്യയിൽ നിന്നുള്ളവരായിരിക്കും എന്നൊക്കെ പറയുവാണ്. പിന്നീടാണ് അങ്ങോട്ട് നിഷേനെ കൊണ്ടിരുന്നത്. അങ്ങനെ നിഷേനെ ഒരുക്കിക്കൊണ്ട് അങ്ങോട്ട് കൊണ്ട് ഇരുത്തുവാണ്. അങ്ങനെ നിഷേനെ കണ്ടതും മേഘനയ്ക്ക് ഭയങ്കര സന്തോഷമായി. തന്റെ അനിയത്തി നല്ല സുന്ദരിയായിരിക്കുന്നു, നല്ലതായിട്ട് സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ടാ വന്നിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുവാണ്, ഭയങ്കര സന്തോഷത്തോടുകൂടിയാ നിഷ ഇരിക്കുന്നത്. താൻ ഏതാണ്ട് ഈ ലോകം തന്നെ വെട്ടിപ്പിടിച്ച മട്ടില ഇരിപ്പ്. തന്റെ ഭർത്താവ് ഭയങ്കര സുന്ദരനാണ്, തനിക്ക് കിട്ടാവുന്നതിൽ വെച്ച ഏറ്റവും നല്ല ബന്ധമാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ള രീതിയിലായിരിക്കുന്നത്. പിന്നീട് തിരുമേനി പറഞ്ഞു, അതെ, മുഹൂർത്തത്തിന് സമയമായി. അങ്ങനെ താലി എടുത്ത് രാഹുലിന്റെ കയ്യിലേക്ക് കൊടുക്കണം. രാഹുലാണ് താലി എടുത്ത് മനോഹറിന്റെ കയ്യിലേക്ക് കൊടുക്കണേ. അങ്ങനെ അമ്മായിച്ചൻ തന്നെ മരുമോന്റെ കയ്യിലേക്ക് താലി എടുത്ത് കൊടുക്കുകയാണ് നിഷയുടെ കഴുത്തി ചാർത്താനായിട്ട്. അങ്ങനെ നിഷയുടെ കഴുത്തി താലി കിട്ടുവാണ്. ഈ സമയത്ത് രാഹുൽ മനസ്സ് വിചാരിച്ചു, എന്റെ മോള് രക്ഷപ്പെട്ട ഇന്നത്തോട് കൂടിയിട്ട് ഇനി നീ എന്ന ശല്യം എങ്ങനെയെങ്കിലും പോയി കിട്ടും. അതോടുകൂടി എന്റെ മോളും ഞാനും എന്റെ കുടുംബവും രക്ഷപ്പെട്ടു. എത്രയും പെട്ടെന്ന് നീ ഒന്ന് പോയാൽ മതിയായിരുന്നു. പോയിട്ടുണ്ടെ പിന്നെ കാര്യങ്ങളൊക്കെ പിന്നീട് എളുപ്പമായി. ഈ സമയത്ത് ഈ കാഴ്ചകൾ കണ്ട് മേഘനയ്ക്ക് സന്തോഷമായി. മേഘന പറഞ്ഞു, ഇനി എനിക്കൊന്നും വേണ്ട, പക്ഷെ ഒരു ഫോട്ടോ കിട്ടിയാൽ കൊള്ളായിരുന്നു. കല്യാണി പറഞ്ഞു, ഈ ഫോട്ടോ ഒന്നും കിട്ടുമെന്ന് തോന്നില്ല, കാരണം അറിയാലോ മുഖം മൊത്തം മറച്ചു വെച്ചിരിക്കുന്ന. ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ഫോട്ടോ കിട്ടാനാന്ന് ചോദിക്കാം. എന്നാലും കല്യാണം കൂടാൻ പറ്റില്ല കല്യാണി എനിക്ക് സന്തോഷമായി, നമുക്ക് പോവാന്ന് പറയണം. പിന്നീട് അവർ രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് ഇറങ്ങി പോവാണ്. ആ സമയത്ത് ശിവദാസമേനൻ അതിലൂടെ വന്നു. പെട്ടെന്ന് ശിവദാസമേനൻ വന്നിട്ട് ചോദിച്ചു, അല്ല മോളെ, നീ ഫുഡ് കഴിച്ചിട്ട്? എനിക്ക് ഫുഡൊന്നും വേണ്ടച്ചാ, ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതല്ല, എന്റെ അനിയത്തിയുടെ കല്യാണം അതൊന്ന് കൂടണമെന്ന് മാത്രം എന്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അകലെ നിന്നാണെങ്കിലും എനിക്കത് കാണാൻ പറ്റി. ഇനി ഞാൻ പോയേക്കുക, വാ കല്യാണി എന്ന് പറഞ്ഞ് കല്യാണിയുടെ കയ്യെ പിടിച്ച് പോവാണ്. ശിവദാസമേനന് ഭയങ്കര സങ്കടം വന്നു. തന്റെ മോളാണ്, അവളുടെ അനിയത്തിയുടെ കല്യാണത്തിന് ഒരുപിടി ചോറ് പോലും ഉണ്ടാതെ, എന്നാലും കുഴപ്പമില്ല, അവൾ വന്നല്ലോ, കല്യാണത്തിൽ പങ്കെടുത്തല്ലോ എന്നൊരു ചിന്തയുണ്ടായിരുന്നു. പിന്നീട് രാഹുല് കൈ പിടിച്ചു കൊടുക്കുന്നുണ്ട്. രാഹുലാണ് കൈ പിടിച്ചു കൊടുക്കുന്നത്. മനോഹറിന്റെ കൈ നിഷിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നത്. കാരണം ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് അമ്മായിച്ചാണ് ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ കല്യാണം എല്ലാം മംഗളകരമായി നടന്നു. സദ്യ എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ്. അപ്പം മനോഹർ പുതിയതായിട്ട് വാടകയ്ക്ക് എടുത്ത് വീട്ടിലേക്കാണ് പോകുന്നത് തന്നെ. അപ്പൊ മനോഹർ പറഞ്ഞു, അതെ അറിയാലോ, അവിടെ ചെന്ന് കഴിയുമ്പം അവിടെ സ്വീകരിക്കാനും കാര്യങ്ങളും ആരും ഇല്ലാന്ന് പറയണം. അതൊന്നും കുഴപ്പമില്ല, ഞങ്ങൾക്കെല്ലാം അറിയാലോന്ന് നിഷയുടെ അമ്മ പറയാ. അന്ന് പ്രശ്നമില്ല, അല്ല മാമൻ മരിച്ചില്ലായിരുന്നെങ്കിൽ ഈ കല്യാണം ഗംഭീരമായിട്ട് നടത്തണ്ടായിരുന്നു പറയാം. പിന്നീട് അവരങ്ങനെ പോവാണ് ആ പുതിയ വീട്ടിലേക്ക്, വാടക വീട്ടിലേക്ക് പോവാ. ഈ പോകുന്ന സമയത്ത് രാഹുലിനെ വിളിച്ച് മാറ്റിയെടുത്തിട്ട് മനോഹർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഒരു കാരണവശാലും സരിയും അറിയാൻ പാടില്ല. പിന്നെ ഞാൻ എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മീറ്റിംഗ് കഴിഞ്ഞു 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞാൽ മതി, എനിക്ക് തിരക്കുണ്ടെന്ന് പറഞ്ഞാൽ മതി, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നേന്ന് പറഞ്ഞാൽ മതി എന്ന് വേണം. ശരി, അതൊക്കെ ഞാൻ ഏറ്റു. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഫോൾട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ അറിയാലോ വായിച്ച, പിന്നീട് ഞാൻ അങ്ങോട്ട് വരുന്ന വേറൊരു മനോഹരനായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നേ എന്ന് പറയുന്നു. എന്റെ പൊന്നോ, ഞാൻ ഒന്നും പറയാൻ പോകുന്നില്ല, എന്റെ മോളുടെ ജീവിതം രക്ഷപ്പെട്ടെന്നോർത്തിനെ സന്തോഷിച്ചിരിക്കുക. അപ്പോഴാ, അതുകൊണ്ട് നീ ധൈര്യമായിട്ട് പൊക്കോ എന്റെ മരുമാനെന്ന് പറയാം. അങ്ങനെ മനോഹരനെ യാത്രയാക്കുവാണ്. പിന്നീട് അങ്ങനെ മനോഹറിന്റെ വീട്ടിലേക്ക് പോകുന്നിടത്ത് നിഷയാണെങ്കിൽ വിലാസിനെ കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെയുണ്ട്. വിലാസിനെ പറഞ്ഞു, മോൾ എന്തിനാ സങ്കടപ്പെടുന്നേ, എപ്പം വേണമെങ്കിലും മോൾക്ക് ഇങ്ങോട്ട് വരാലോ. മനോഹർ ശരിയാ, അല്ലെങ്കിലും ഇനി ഇപ്പൊ 10 ദിവസം ഇവിടെയൊക്കെ വന്ന് നിന്നാ മതി. ഞാനാണല്ലോ ഇടയ്ക്കിടയ്ക്ക് ബിസിനസ് മീറ്റിങ്ങിനൊക്കെ പോകും, ആ സമയത്ത് നിഷ തന്നെ ആയിരിക്കില്ലേ, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, നിഷയ്ക്ക് വീട്ടിൽ വന്ന് നിൽക്കാലോ. അത് മാത്രമല്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മളെല്ലാരും കൂടെ അമേരിക്കയ്ക്ക് പോകാൻ പോകുന്നത്, പിന്നെന്താ കുഴപ്പം, എപ്പോഴും അച്ഛനും അമ്മയും കൂടെ കാണില്ലേന്ന് ചോദിക്കുക. അങ്ങനെ നിഷേനെ സമാധാനിപ്പിക്കുന്നൊക്കെയുണ്ട്. പിന്നീടാണ് മനോഹറിന്റെ വീട്ടിലേക്ക് വരുന്നത്. മനോഹർ വാടകയ്ക്കെടുത്ത് ആ വീട്ടിലേക്ക് വരുവാണ്. അവിടെ വിളക്കൊക്കെ കൊളുത്തി അങ്ങനെ നിഷ കയറുവാണ്. നിഷയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം താൻ മനസ്സിൽ ഉദ്ദേശിച്ച പോലെ തന്നെ നല്ലൊരു സ്വഭാവ ഗുണങ്ങളോട് കൂടിയ ഒരു ഭർത്താവിനെയാ. കാണാനും ഗ്ലാമർ, ഇഷ്ടം പോലെ പൈസയുണ്ട് അമേരിക്കയില്, പിന്നെന്താ കുഴപ്പം. അങ്ങനെ പിന്നീട് സനലും കൂട്ടുകാരെല്ലാരും പോവാണ്. അപ്പൊ സനലിനോട് പറഞ്ഞ്, എടാ ബാക്കി കാര്യങ്ങളൊക്കെ നീ ഒന്ന് മാനേജ് ചെയ്തോണം, അതൊന്നും കുഴപ്പമില്ല അളിയാ, നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി സെറ്റ് ചെയ്താൽ മതി എന്ന് പറയാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് വേണം. ഓക്കെ എന്നും പറഞ്ഞ് അങ്ങോട്ട് പോവാണ്. പിന്നീട് അവരുടെ ആദ്യരാത്രിയായിരുന്നു. ഭയങ്കര പ്രതീക്ഷയോടുകൂടിയാ നിഷ കയറിച്ചിരുന്നത്. അപ്പൊ മനോഹർ ആണെങ്കിലോ ഇല്ലാത്ത നുണക്കഥകളെല്ലാം കെട്ടിവിടുന്നുണ്ട്. കാരണം തനിക്കറിയാവുന്ന കഥകളല്ല, ഇതുവരെയായിട്ട് താനൊരു പെണ്ണിന്റെ കൈ പോലും സ്പർശിച്ചിട്ടില്ല. ആദ്യമായിട്ടാ ഇത്ര സുന്ദരിയായിട്ടൊരു പെണ്ണിനെ
അടുത്ത് കിട്ടുന്നത്. എനിക്ക് അല്ലെങ്കിലും എനിക്ക് ആ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളായിട്ട് നടന്നുകൊണ്ട് ഒരു പെണ്ണിനെ കുറിച്ച് ചിന്തിക്കാനും പോലും സമയം കിട്ടിയില്ല എന്നൊക്കെ പറയാണ്. അങ്ങനെ അവർ അവരുടെ ആദ്യരാത്രിയിലേക്ക് ആഘോഷിക്കുക. ഈ സമയത്ത് രാഹുൽ വീട്ടിലേക്ക് തിരികെ വന്നു. രാഹുൽ വന്നപ്പോ സരി ചോദിച്ചു, അല്ലച്ചാ മനുവേട്ടൻ എന്തിയെന്ന് ചോദിക്കുക. അതെ, ഞാൻ പറഞ്ഞല്ലോ അവന് എന്തോ ബിസിനസ്സിനും കാര്യമായിട്ട് അത്യാവശ്യമായിട്ട് പോകേണ്ട വന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറ്റുള്ളൂ എന്ന് പറയണം. എന്താ അങ്ങനെ പറഞ്ഞു? ഇവിടുന്ന് പോയപ്പോ അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. അത് പറഞ്ഞല്ലോ, ബിസിനസ്സുകാരുമായിട്ട് പോകുമ്പോൾ അങ്ങനെയൊക്കെയാ മോളെ, പെട്ടെന്ന് നമുക്ക് തിരികെ വരാൻ പറ്റില്ല. അപ്പൊ എന്നോട് പറഞ്ഞു അച്ഛൻ വീട്ടിലേക്ക് പൊക്കോളാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോന്നേന്ന് പറയണം. ഈ സമയത്ത് സരിയോട് ചില സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇനിയിപ്പം അച്ഛന്റെ കാര്യമാണ് പറയാൻ പറ്റില്ല. മനുവേട്ടന്റെ കൂടെ പോയിക്കുന്നത്, എന്തേലും സംഭവിച്ചെന്ന് സംശയം. പിന്നീട് സരിയ പറഞ്ഞു, എനിക്ക് നല്ല സംശയമുണ്ട് അച്ഛനെ. നീ എന്തിനാ എന്നെ സംശയിക്കുന്നേ? അല്ല അച്ഛന്റെ കൂടെ അല്ലേ മനുവേട്ടൻ വന്നേ? അല്ല മനുവേട്ടനൊന്നും ചെയ്തിട്ടൊന്നും ഇല്ല അല്ലേന്ന് ചോദിക്കുന്നത്. ദേ വെറുതെ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ, ഞാൻ എന്താ മോളെ നോക്കൊന്നും ഇല്ലെന്ന് പറയണം. ഈ സമയത്താണ് ശാരി അങ്ങോട്ട് വന്നത്. ശാരി ഇതറിഞ്ഞു. ശാരി പറഞ്ഞു, ഒരു കാര്യം ചെയ്യ, നീ ആ മോനെ ഒന്ന് വിളിച്ചു നോക്കിയേ, ഇങ്ങേരുടെ കൂടെയല്ലേ പോയേക്കുന്നേ, ഇങ്ങനെ വല്ല കൊന്നും കളഞ്ഞെന്ന് പറയാൻ പറ്റില്ലെന്ന് പറയാണ്. ഇത് കേട്ട സാരി പറഞ്ഞു, അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്നും പറഞ്ഞോണ്ട് പിന്നീട് നേരെ മനോഹറിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. മനോഹറിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇതെന്ത് പറ്റി? മനുവേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയാ. എന്റെ സരു, നീ ഒന്ന് സമാധാനപ്പെട്ടിരിക്കുക, അവൻ ഇങ്ങോട്ട് പിന്നെ തിരിച്ചു വിളിച്ചോളൂ എന്ന് പറയാണ്. നീ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയാ. അങ്ങനെ സരി ഒരു വിധത്തിൽ സമാധാനിച്ച് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം കല്യാണി ഭയങ്കര സങ്കടത്തിലായിരുന്നു. കല്യാണിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം കിരൺ ചോദിക്കുന്നുണ്ട്, ഇത് കല്യാണത്തിന് പോയിട്ട് കാര്യങ്ങളൊക്കെ എന്തായെന്ന് ചോദിക്കുവാണ്. ഈ സമയത്ത് കല്യാണി അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാ. കിരൺ പറഞ്ഞു, എന്താ കല്യാണം കൂടാൻ പറ്റിയില്ലോ, അത് തന്നെ ഭാഗ്യം എന്ന് പറയാ. പക്ഷെ എന്നാലും ചെറുക്കന്റെ മുഖം കാണാൻ പറ്റിയില്ല കിരണേട്ടാന്ന് പറയാ. അതെന്താ? അല്ല അത് പിന്നെ മുഖം ഞാൻ പറഞ്ഞല്ലോ, വടക്കേ ഇന്ത്യ സ്റ്റൈലായിരുന്നു, മുഖമൊക്കെ മുല്ലപ്പൂവും കൂടെ മറച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കാണാൻ പറ്റിയില്ലെന്ന് പറയാ. ഓ അതാണോ? അതൊന്നും കുഴപ്പമില്ല, അവര് ചിലപ്പോ ആ സ്റ്റൈലുള്ള ആൾക്കാരായിരിക്കും എന്ന് പറയാം. പിന്നീട് അങ്ങനെ കയറി പോവാണ്. ഈ സമയം കാർത്തികയുടെ അടുത്തേക്ക് പ്രകാശം വരുന്നുണ്ട്. പ്രകാശനം കണ്ട് കാർത്തിക പറഞ്ഞു, ഇന്നാ കല്യാണിയും കിരണും എന്റെ അടുത്ത് വന്നായിരുന്നു പറയാ. എന്താ മോളെ, ഞാൻ പറഞ്ഞ കാര്യങ്ങളുമായിട്ടാണോ? അവിടെ ഇന്ന് ആ സൈറ്റിലുണ്ടായ പ്രശ്നങ്ങൾ അതൊക്കെ മോളോട് ഞാൻ പറഞ്ഞല്ലേ, മോൾ എന്ത് പറഞ്ഞു ചോദിക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ കാർത്തിക പറഞ്ഞു, അവർക്ക് കൊടുക്കാനുള്ള ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ട് അച്ഛാ, ഇനി മേലാല് അവരെ കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് കയറി വരത്തില്ല. അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ പണി നിർത്തിയാക്കാന്. അവരെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്കത് വേറെ ആർക്കെങ്കിലും കൊടുക്കാന്ന് പറയാ. ഇത് കേട്ടതും പ്രകാശന് സന്തോഷമായി. ഞാൻ പറഞ്ഞില്ലേ മോളെ, അവരത്രക്കാരാ. വല്ല പേരൊക്കെ ഭയങ്കരമായിട്ടുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാരും പറ്റിക്കുക. ഒരു കണക്കിന് മോള് അവരുമായിട്ടുള്ള ആ ബിസിനസ് വിട്ടത് നന്നായി, ആ വർക്ക് വിട്ടത് നന്നായി. കാരണം എന്താണെന്നറിയോ, അല്ലെങ്കിൽ മോള് പണിയുന്ന വീട് അവര് കുറച്ച് സിമെന്റ് മണ്ണൊക്കെ ഇട്ട് പണിയുന്നേ. ഇന്ന് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതൊന്നും മോൾക്ക് അറിയാത്തതെന്ന് പറയാം. മോളെ പറഞ്ഞവര് പറ്റിച്ചു വെച്ചിരിക്കുമല്ലായിരുന്നോ? അതുകൊണ്ട് അവരിന്നത്തോടുകൂടി ഇനി ആ വർക്ക് ചെയ്യത്തില്ല. ഞാൻ അവരോട് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ, അച്ഛനെ ഈ സൈറ്റിൽ നിന്ന് പറഞ്ഞു വിടണമെന്ന്. അച്ഛൻ ഇതിനകത്ത് ഇടപെടാൻ പറ്റില്ലെന്ന്. ഞാൻ പറഞ്ഞ അതൊന്നും പറ്റത്തില്ല, എന്റെ അച്ഛന്റെ സ്ഥാനത്താണ് ഞാൻ കാണുന്നേ, അതുകൊണ്ട് അച്ഛനെ ഒരിക്കലും എനിക്ക് ഈ സൈറ്റിൽ നിന്ന് പറഞ്ഞു വിടാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നീട് അവരെന്ത് ചെയ്തു, അവർക്ക് അങ്ങനെയാണെങ്കിൽ ഈ വർക്ക് ഏറ്റെടുക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് അവര് പോയി. പിന്നെ അതിന്റെ എമൗണ്ടും ബാലൻസ് തന്നെന്ന് പറയാം. പ്രകാശം പറഞ്ഞു, ഒരു നല്ല കാര്യം മോളെ നീ ചെയ്തേ, ഇങ്ങനെ തന്നെ വേണമെന്ന് പറയാ. ഈ സമയം പ്രകാശം മനസ്സിൽ പറയാം, ആദ്യത്തെ അടി അവൾക്കിട്ട് കൊടുത്തു കഴിഞ്ഞു, ഇനിയാണ് പുറകെ കല്യാണിക്കും കിരണിട്ടുള്ള അടി വന്നുകൊണ്ടേയിരിക്കും. നീയൊക്കെ മനസ്സിൽ കരുതിയിട്ടോ, കാർത്തികേനെ വെച്ചാണ് ഞാൻ കളിക്കാൻ പോണെന്ന്. ഈ സമയം കാർത്തിക പറയാം, ഇതൊക്കെ എന്റെ വെറും ഒരു നമ്പറല്ലേ അച്ഛാ, ശരിക്കുള്ള കാർത്തികയാണ് നീയൊക്കെ അറിയാൻ പോകുന്നുള്ളൂ, നിന്നെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് വെറും ഒരു ടെസ്റ്റ് ഡോസ് മാത്രമാണ്, ഇനി ഇതിനേക്കാളും വലുത് വരാൻ പോകുന്നുള്ളൂ എന്ന് കാർത്തിക മനസ്സിൽ പറയുന്നുണ്ട്. അങ്ങനെ പ്രകാശം ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് അന്ന് വീട്ടിലേക്ക് ചെല്ലുന്നത്. അപ്പം ഭാനുമതിയമ്മ ചോദിച്ചു, എന്താടാ മോനെ ഭയങ്കര സന്തോഷമാണല്ലോ എന്ന് ചോദിക്കും. പിന്നീട് പറഞ്ഞു, അതെ നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് പറയാം. ഈ സമയം അങ്ങോട്ട് വിക്രം കൂടെ വന്നു. വിക്രത്തിന് മുന്നിൽ വെച്ചും പ്രകാശിന് ഈ കാര്യങ്ങളൊക്കെ പറയണം. ഇന്ന് കൺസ്ട്രക്ഷൻ വർക്ക് അതിനി മുതൽ അവരോട് ചെയ്യണ്ടെന്ന്, കിരണിനോടും കല്യാണിയും ചെയ്യണ്ടെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാം കേട്ടിച്ചും വിക്രം പറഞ്ഞു, അത് പൊളിച്ചു, ഇത് നമുക്ക് ആഘോഷിക്കേണ്ട ആശാനെ ചോദിക്കുകയാണ്. പിന്നെ ആഘോഷിക്കണ്ടേന്നോ, നന്നായിട്ട് തന്നെ ഇത് നമുക്ക് ആഘോഷിക്കണം എന്ന് പറയണം. ഭാനുമതിയും പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ പായസം ഉണ്ടാക്കാം, പായസമൊക്കെ വെച്ച് നമുക്കൊണ്ട് പൊളിക്കാന്ന് പറയാം, ഒരു സദ്യ തന്നെ വേണേ ഉണ്ടാക്കാന്ന് പറയാം. അങ്ങനെ ഭാനുമതി മുത്തശ്ശി അടുക്കളയിൽ കയറുക. അങ്ങനെ സദ്യയും പായസവും ഒക്കെ ഉണ്ടാക്കി. വൈകുന്നേരം കാർത്തിക വന്നു. പായസമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഈ സമയം കാർത്തിക ചോദിച്ചു, അല്ല എന്താ മുത്തശ്ശി ഇന്ന് പ്രത്യേകത? ഇന്നൊരു സന്തോഷമുള്ള ദിവസമല്ലേ? എന്താ സന്തോഷം? അല്ല പിന്നെ പെട്ടെന്ന് മുത്തശ്ശി അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ ഭാനുമതി അമ്മയ്ക്ക്, കാരണം എന്താന്ന്. അല്ല വിക്രമോന് ജയിലിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു, പിന്നെ വീട്ടിലേക്ക് വന്നല്ലോ, അപ്പൊ ഇതുവരെയായിട്ട് ഒരു പായസം ഒന്നും ഉണ്ടാക്കിയൊന്നും ആഘോഷിച്ചില്ല, അപ്പൊ അതുകൊണ്ടാന്ന് പറയണം. പിന്നീട് പായസം കുടിച്ചിട്ട് കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്, നല്ല കൈപ്പൊടി ഉണ്ടെന്ന് പറയാം.
അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഭാനുമതിയമ്മയ്ക്ക് സന്തോഷമായി. കാർത്തിക് മനസ്സിൽ പറഞ്ഞു, എനിക്കറിയാം നിങ്ങളുടെ സന്തോഷത്തിന്റെ കാരണം എന്താന്നുള്ളത്. പക്ഷെ എങ്കിൽ നിങ്ങൾ സന്തോഷിക്കാൻ പറ്റുന്നത്ര സന്തോഷിച്ചോളാൻ കാർത്തികെ മനസ്സിൽ പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി പോവാണ്. പിന്നീട് കാണിക്കുന്ന 1-2 ദിവസം അങ്ങനെ ഹണിമൂൺ ട്രിപ്പൊക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിക്കുകയാണ്. മനോഹറിനറിയാം ഇനിയിപ്പൊ വീട്ടിലേക്ക് പോയില്ലെങ്കിൽ ശരിയാകത്തില്ല. കാരണം സരിയു അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഇനിയിപ്പൊ അവളുടെ പിടിയിൽ നിന്ന് എങ്ങനെയാ രക്ഷപ്പെട്ടേ മതിയാവുള്ളൂ. പിന്നീട് 2 ദിവസം കഴിഞ്ഞപ്പോ നിഷോട് പറഞ്ഞു, അതെ എനിക്ക് അത്യാവശ്യമായിട്ട് 1-2 ബിസിനസ് മീറ്റിങ്ങുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, മോളെ ഞാൻ വീട്ടിൽ കൊണ്ടേ ആക്കാം. മോളെ അതിന് ശേഷം ഞാൻ ബിസിനസ് മീറ്റിങ്ങിന് പോയിട്ട് വന്നിട്ട് മോളെ കൂട്ടിക്കൊണ്ട് പോകാന്ന് പറയണം. അത് കേട്ട നിഷ പറഞ്ഞു, അല്ല ഞാനും കൂടെ വരട്ടെ രോഹനേട്ടാന്ന് ചോദിക്കണം. വേണ്ട മോള് വരണ്ടാന്ന് പറയണം. എന്നാ ശരി. അങ്ങനെ അവളെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് മനോഹർ നേരെ സരുവിന്റെ അടുത്തേക്ക് വരുക. ഈ സമയത്ത് സരുവിന് ആകെപ്പാട് ടെൻഷനായിരുന്നു. അങ്ങനെ സരു മനോഹറിനെ കണ്ടുവച്ചു. അല്ല മനുവേട്ടനത് എവിടെയായിരുന്നു 2 ദിവസമായിട്ട്? അത് മോളെ ഞാൻ പറഞ്ഞല്ലോ ബിസിനസ് മീറ്റിംഗുമായിട്ട്. അച്ഛൻ വന്ന് പറഞ്ഞില്ലേ നിൽക്കുക. അച്ഛൻ പറഞ്ഞു, എന്നാലും എനിക്ക് അച്ഛന് അത്ര വിശ്വാസം വരാം. മനുവേട്ടൻ അറിയാലോ അച്ഛന്റെ സ്വഭാവം എന്താന്ന്. എന്റെ മോളെ നീ ഇങ്ങനെ വിഷമിച്ചാലോന്ന് പറഞ്ഞ് അങ്ങനെ ചേർത്ത് പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. അത് മാത്രം മതിയായിരുന്നു. സരുവിന്റെ മനസ്സ് കീഴടക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗം അതാന്ന് മനോഹർ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ സരുവിനെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവാ. ഈ സമയത്ത് ശാരിയും കൂടെ വന്നു. ശാരി വന്നിട്ട് പറഞ്ഞു, എന്നാലും എന്റെ മോനെ നീ ഇല്ലാത്ത 2 ദിവസം എനിക്ക് ഇവിടെ സ്വസ്ഥത തന്നിട്ടില്ല ഇവള്. എന്റെ പൊന്നോ, ഇനി എവിടെയെങ്കിലും പോവാണെങ്കിൽ കാര്യം ചെയ്യും, ഇവളെ കൊണ്ട് അങ്ങോട്ട് പോയാൽ മതി. എന്നാൽ മനുഷ്യന് സമാധാനം കിട്ടുമല്ലോ എന്ന് പറയാം. ഈ സമയം ശാരി പറഞ്ഞു, അമ്മ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ബിസിനസ് മീറ്റിംഗുമായിട്ട് നടന്നു കഴിയുമ്പം അപ്പൊ അതിന്റെ തിരക്കുകൾ പെട്ടുപോയി കഴിയുമ്പോൾ നമുക്ക് കുടുംബം വേണം, പിന്നെ ഭാവിയിലേക്കുള്ള നമ്മുടെ സ്വരുക്കൂട്ടലല്ലേ. അത് മാത്രമല്ല ഇനി കുറച്ചാൾ കഴിയുമ്പോൾ അമേരിക്കയ്ക്ക് പോവുകയും ചെയ്യണ്ടേ. അപ്പൊ കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റിൽ ആക്കണ്ടേ, അതിനുള്ള ഓട്ടപ്പാച്ചിലാന്ന് പറയാം ഞാൻ. ശരി മോനെ എന്ന് പറഞ്ഞ് ശാരി അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് സരിയ പറഞ്ഞു, എന്നാലും വേണ്ടായിരുന്നു മനുവേട്ടാ, എനിക്കാണ് എന്തൊരു ടെൻഷനാണെന്നറിയാവോ. ഇന്നത്തെ കഴിഞ്ഞ് ഞാൻ പ്രഗ്നന്റ് ആയിട്ടിരിക്കല്ലേ, എനിക്കറിയാം. കാരണം അതെ നീ ഫുഡൊന്നും കഴിക്കുന്നുണ്ടായിരുന്നു എന്ന് ചോദിക്കണം. എനിക്കാണെങ്കിൽ കഴിക്കാൻ പോലും തോന്നില്ലായിരുന്നു. ഒരു കാര്യം ചെയ്യാം, ഞാൻ എടുത്തു തരാമെന്നും പറഞ്ഞ് നേരെ അങ്ങോട്ട് കൊണ്ടുപോവാണ്. അങ്ങനെ ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുപോയിട്ട് സരിയനെ അവിടെ പിടിച്ചിരുത്തിയിട്ട് അങ്ങനെ ഫുഡൊക്കെ വാരി കൊടുക്കണം. മോള് കഴിക്കുന്നു പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹപ്രകടനങ്ങൾ. ഇത് കണ്ടോണ്ടാണ് രാഹുൽ അങ്ങോട്ട് വരുന്നത്. ഈ കാഴ്ച കണ്ട് രാഹുലിന് അടിമുടി പെരുത്തു കയറി. രാഹുൽ പറഞ്ഞു, എടാ നീ നിന്റെ ഹണിമൂണും കഴിഞ്ഞ് ആദരാത്രം കഴിഞ്ഞ് വന്നിരിക്കുന്നു എന്റെ മോളെ ഊട്ടാനായിട്ട്. അതേ കാലം നീ ഇങ്ങനെ ഊട്ടാൻ പോകുന്നില്ലടാന്ന് പറയാം. അപ്പൊ രാഹുലിനെ കണ്ടതും മനോഹർ ചാഹ അമ്മായിച്ചനോട് ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ലായിരുന്നല്ലോ എന്ന് പറയും. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു പറയാ. പിന്നീട് സരു അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും രാഹുൽ പറഞ്ഞല്ല, എങ്ങനെയായി നീ പിന്നെ എന്തിനും വീണ്ടും ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കാം. അത് പിന്നെ പെട്ടെന്ന് അമ്മയച്ച എങ്ങനെ എനിക്കങ്ങ് പോകാൻ പറ്റുമോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ അവളെ കല്യാണം കഴിച്ചു, ഇനിയെങ്കിലും എന്റെ മോളെ വെറുതെ പറഞ്ഞെന്ന് പറയാം. അതൊക്കെ ഞാൻ അമ്മയച്ച, എനിക്ക് എല്ലാത്തിനും ഒരു സാവകാശം വേണം. ഇടപെടിയെന്ന് എനിക്ക് അങ്ങോട്ട് ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റില്ലോ എന്ന് പറയാം. അതിനുവേണ്ടി ചില പ്ലാനുകളൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ടെന്ന് പറയാം. ഇത് കേട്ടതും രാഹുൽ എന്ത് പ്ലാൻ മനസ്സിൽ കണ്ടാലും എനിക്ക് കുഴപ്പമില്ല, എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നീക്കണമെന്ന് പറയാം. ശരിയെന്ന് പറയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്ന രാഹുൽ മുറിയിലേക്ക് ചെല്ലുവാണ്. രാഹുൽ മുറിയിലേക്ക് ചെന്ന് ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോഴാണ് ആ കാഴ്ച കാണുന്നേ. അപ്പുറത്തെ വീടിന്റെ ഉമ്മർത്തായിട്ട് കിരണും കല്യാണിയും കല്ലുമോനെ കൊഞ്ചോണ്ട് നിൽക്കുവാണ്. ഇത് കണ്ട രാഹുലിനും കൂടെ സഹിച്ചില്ല. കൊഞ്ചിച്ചോടി നീ കൊഞ്ചിച്ചോ, അതേ കാലം നീ കൊഞ്ചിക്കാൻ പോകുന്നില്ല. എന്റെ മോളുടെ ജീവിതം ഇപ്പൊ രക്ഷപ്പെട്ടു വരിക. ഇനി അധികം വൈകാതെ തന്നെ കിരണിനെ കൊണ്ട് ഞാൻ എന്റെ മോളെ കല്യാണം കഴിപ്പിക്കും. അതോടുകൂടി നീയും നിന്റെ മോനും അവിടെ നിന്ന് ഔട്ടാടി. അതിനുള്ള പദ്ധതികൾ ഞാൻ ഇപ്പൊ തന്നെ തുടങ്ങാൻ പോവാ. ഇനി അതേ കാലം നീ ഇങ്ങനെ ഭൂമിയിൽ ഇങ്ങനെ ഉണ്ടാകത്തില്ല. നീ ജീവിച്ചിരുന്നല്ലേ കുഴപ്പമുള്ളൂ. നീ മരിക്കേണ്ടവള് തന്നെയാന്ന് രാഹുൽ മനസ്സിൽ പറയാ. പക്ഷെ രാഹുലിന് അറിയത്തില്ലല്ലോ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താന്നൊക്കെ. പിന്നീട് സരിയ പറഞ്ഞു, മനുവേട്ട എനിക്ക് ഇവിടെ നിന്നിട്ട് ആ പാടെ ബോറടിക്കുന്നുണ്ട്, എന്നെ എത്ര ദിവസം എന്ന് പുറത്ത് കൊണ്ടുപോയിട്ടെന്ന് പറയണം. ഇത് കേട്ടോ മനോഹർ പറഞ്ഞു, അല്ല മോളു ഈ സമയത്ത് അതൊന്നും കുഴപ്പമില്ല, എനിക്ക് പുറത്തു പോകണം. അത് മാത്രമല്ല പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിക്കണമെന്ന് പറയണേ. അങ്ങനെ മനോഹർ സരയുവിന് പോയി പുറത്തു പോയി ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു. പിന്നീട് സരിയ പറഞ്ഞു, അതെ എനിക്ക് 1-2 ഡ്രസ്സ് കൂടി എടുക്കാണ്ടെന്ന് പറയണം. ഇത് കേട്ടോ മനോഹർ ചോദിച്ചു, അല്ല ഇപ്പൊ എടുക്കണോ മോളെ നിൽക്കണം? അതൊന്നും കുഴപ്പമില്ല, വാ മനുവേട്ടാന്ന് പറഞ്ഞു മനോഹറിനെ വിളിച്ച് അകത്തേക്ക് കയറി പോവാണ്. അങ്ങനെ അകത്തേക്ക് കയറിപ്പോയി ഡ്രസ്സൊക്കെ എടുത്ത് സെലക്ട് ചെയ്ത് താഴേക്ക് അങ്ങോട്ട് വന്ന് ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. നിഷ അങ്ങോട്ട് കയറി വരുന്നത്. നിഷേനെ കണ്ടതും മനോഹർ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരവസ്ഥയായിപ്പോയി. മനോഹർ എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ മോൾ ഇവിടെ നിൽക്കുന്ന പറഞ്ഞുകൊണ്ട് സരിയനെ അവിടെ നിർത്തിയിട്ട് കയറി ഓടുവാണ്. അങ്ങനെ കയറി പോയിട്ട് അങ്ങ് മുകളിലേക്ക് എന്നിട്ട് അവിടെ നിന്നൊരു നൈറ്റിയാണ് കൈ കിട്ടിയത്. ആ മുകളിലേക്ക് ഒരു നൈറ്റി എടുത്തോണ്ട് പെട്ടെന്ന് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോവാണ്. ആ നൈറ്റി ഒക്കെ ഇട്ടുകൊണ്ട് താഴേക്ക് ഇറങ്ങി ഓടി വരുവാണ്. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയാവുള്ളൂ. സരയുവിന്റെ കൺമുന്നിൽ പെടാതെ ഇപ്പുറത്തെ വശത്തോടെ എങ്ങനെയും രക്ഷപ്പെടണം. നിഷ അങ്ങോട്ട് കയറി വരുന്നുണ്ട്. അങ്ങനെ ഇപ്പുറത്തെ വഴിയിൽ കൂടെ അങ്ങനെ പതുക്കെ
സരയു കാണാതെ ഇങ്ങനെ ഇറങ്ങി പുറത്തേക്ക് വരുവാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാറിന്റെ അവിടെ വന്ന് നിൽക്കുവാണ്. എങ്ങോട്ട് പോണം, എന്ത് ചെയ്യണം എന്നറിയത്തില്ല. നൈറ്റിയാണ് ഇട്ടിരിക്കുന്നത്. അത് ഉള്ളിലാണെങ്കിൽ ഷർട്ടും ഒരു പാന്റും മാത്രം. അങ്ങനെ ഇട്ടിട്ട് ഇവിടെ നിശ്ചയുണ്ടോന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണ് സരയു അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. സരയു മനോഹറിനെ കണ്ടു. മനോഹർ ഇങ്ങനെ നൈറ്റി ഒക്കെ ഇട്ടുകൊണ്ട് കാറിന്റെ അടുത്തേക്കുന്നത്. ഈ ഒരു കാഴ്ച കണ്ടു സരയു ഞെട്ടിപ്പോവാണ്. ഇതെന്ത് പറ്റി മനുവേട്ടൻ എന്താ നൈറ്റി ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്? ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല. പെട്ടെന്ന് സരയു അങ്ങോട്ട് അടുത്തേക്ക് വരിക. ഈ കാഴ്ച കണ്ട് മനോഹർ ഞെട്ടിത്തെറിച്ചിരിക്കുക. എന്ത് ചെയ്യണം, എങ്ങോട്ട് ഓടണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയില് അവള് താൻ നൈറ്റി ഒക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ എന്ത് വിചാരിക്കുന്ന ഒരു ചിന്ത ഒരു വശത്ത്. മറ്റേ വശത്തോ എങ്ങാനും തന്നെ ഇപ്പൊ നിഷ കണ്ടിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നല്ലോ എന്ന് ഓർത്തുണ്ട്. അങ്ങനെ ഇനിയിപ്പം നമ്മൾ കാണാൻ പോകുന്ന മനോഹറിന്റെ കള്ളത്തരങ്ങളൊക്കെ പിടിക്കപ്പെടുവാണ്. മനോഹരൻ അതേ കാലമൊന്നും കള്ളത്തരം മൂടിവെച്ചോണ്ട് നടക്കാൻ പറ്റൂല. കാരണം മനോഹറിന്റെ കള്ളത്തരം പിടിക്കപ്പെട്ട് കഴിയുമ്പോഴത്തേനും ബാക്കി സത്യങ്ങളൊക്കെ പുറത്തു വരുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. അപ്പൊ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.